നമുക്ക് വളരെ വേഗത്തിൽ കോട്ടയം ജില്ലയിലേക്ക് പോകണം. കോട്ടയം ജില്ലയിലെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കണം. കാരണം ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ച ഇടങ്ങളിലൊന്ന് കോട്ടയമാണ്. കോട്ടയത്ത് വീണ്ടും മഴ ശക്തമാകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലും പുലർച്ചെയുമൊക്കെ അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിൽ ഒക്കെ ശക്തമായ മഴ പെയ്യുന്നു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഈരാറ്റുപേട്ട പാലാ റൂട്ടിൽ വീണ്ടും വെള്ളം കയറിയിരിക്കുന്നു. കോട്ടയം കുമരകം പാതയിലും ഗതാഗതം നിലച്ചിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ് മഴയുടെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളെന്ന്. സനോജ് ഉണ്ട് കോട്ടയത്ത് നിന്ന്. സനോജ്, ഗുഡ് മോർണിംഗ്. സനോജ്, വീണ്ടും കോട്ടയം ജില്ലയിൽ മഴ ശക്തിപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലായിടത്തും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. പാല, ഒപ്പം തന്നെ ഈരാറ്റുപേട്ട, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല, ഇവിടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. പ്രത്യേകിച്ച് മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകൾ രാത്രിയിൽ ഉടനീളം അതിശക്തമായ മഴയാണ് പെയ്തത്. മീനച്ചിലാറ്റിൽ കഴിഞ്ഞ ദിവസം മീനച്ചിൽ താലൂക്കിൽ കഴിഞ്ഞ ദിവസം മഴയ്ക്ക് അല്പം ശമനമുണ്ടായതിനെ തുടർന്ന് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയിൽ വീണ്ടും ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് ഈ കാരാപ്പുഴ പ്രദേശത്താണ്. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മനുഷ്യന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. ചേട്ടാ, വീട്ടിലൊക്കെ വെള്ളം കയറിയോ? കയറി, എല്ലാ മുറിയിലും കയറി, എല്ലായിടും അടുക്കളയിലും ബാത്റൂമിലും എല്ലാം ഉണ്ട്. ക്യാമ്പിലേക്ക് പോവാണോ? ക്യാമ്പിൽ അപ്പുറം ബന്ധു വീട്ടിലോട്ട് പോവുകയാണ്. വരുമെന്ന് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ വെള്ളം വരുന്നുണ്ടല്ലേ? ഉണ്ട്. പ്രളയത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നു. വന്നത് ഒഴുക്ക് ഭയങ്കര. ആ പ്രദേശങ്ങളിലെ നിങ്ങളുടെ വീട്ടിലെ പ്രദേശങ്ങളിൽ എല്ലായിടത്തും വെള്ളം കയറി ഉണ്ട്. എല്ലായിടും ചെറിയ വീടുകളിലെല്ലാം കയറി. രാത്രി വരെ വീട്ടിൽ തന്നെ 3:45 വരെ സാധനങ്ങൾ പെറുക്കി പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉയരത്തിൽ വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ. ശരി, ഓക്കെ. ഇത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശം. ഞാൻ പറഞ്ഞതുപോലെ ഈ മീനച്ചിലാറ്റിൽ വെള്ളം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലും പാലയിലും വെള്ളം കയറി. അവിടെ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. കാരണം ഇന്നലെ പകലുടനീളം മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ വീണ്ടും മഴ ശക്തി പ്രാപിച്ചു. ഈ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മീനച്ചിലാറ്റ് കരകവിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം ഇപ്പോൾ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുമ്പോൾ പടിഞ്ഞാറൻ മേഖലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അയ്മനം, ആർപ്പൂക്കര, തിരുവാർപ്പ്, കുമരകം പോലെയുള്ള പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ സുരക്ഷിത ഇടം തേടി പലായനം ചെയ്യുകയാണ്. കാരണം അവരുടെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ സാഹചര്യമാണ്. വളർത്തു നായ്ക്കളെയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന മനുഷ്യരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ റോഡിലൂടെ അങ്ങോട്ട് പോകാൻ പോലും കഴിയില്ല. കാരണം അത്രത്തോളം വെള്ളം ഇവിടെയെല്ലാം വളരെ ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുൻപരിചയമില്ലാത്ത വഴിയായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ താമസിച്ച ജനങ്ങൾ സുരക്ഷിത ഇടം തേടി പോവുകയാണ്. ഇപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. പട്ടിക്കുട്ടിയൊക്കെ ആയിട്ട് സുരക്ഷിത സ്ഥലത്തേക്ക് പോവാണോ? രാത്രി മുതൽ വെള്ളം കയറി തുടങ്ങിയോ? എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? ചേച്ചി, വീട്ടിലൊക്കെ വെള്ളമാണോ? എപ്പം മുതലാണ് വെള്ളം കയറാൻ തുടങ്ങിയത്? 2-3 ദിവസമായി. ഇന്നലെ രാത്രി വരെ പോവേണ്ടതില്ല, ഇവിടെ നിൽക്കാമെന്നുള്ള പ്രതീക്ഷയില്ല. പോയിട്ട് സാധനം എല്ലാം പൊക്കി വെക്കണ്ടേ, അതിനു വേണ്ടി വന്നു. ഉയരത്തിൽ വെച്ചു. പക്ഷെ ഒരു രക്ഷയില്ല, കട്ടിൽ വരെ മുങ്ങി. 2018 വെള്ളത്തിന് ശേഷമുള്ള വലിയ വെള്ളപ്പൊക്കമാണെന്ന് പറയുന്നു, ശരിയാണോ? ശരിയാ. ഈ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല, അവിടെ കിടക്കത്തേ ഉള്ളൂ. രക്ഷയില്ല. വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും, അവർ വിളിച്ച് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. എവിടെയാണ് പോകുന്നത്? ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ അവിടെ ഒന്നും വെള്ളം കയറില്ല, പോയി വരും. അപ്പോൾ ഇതാണ് സ്ഥിതി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിശക്തമായ മഴയാണ്. ഈ മഴയെ തുടർന്ന് പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും വെള്ളത്തിലാവുകയാണ്. കോട്ടയം കുമരകം പാതയിലെ ചെങ്ങളം, ഇല്ലിക്കൽ പോലെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൂടെയുള്ള ഗതാഗത സഞ്ചാരം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പറയുന്നത് വീട്ടിലേക്ക്, മറ്റ് ബന്ധുവീടുകളിലേക്കൊക്കെ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് ക്യാമ്പുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ഇനി ആർക്കെങ്കിലും ബന്ധുവീടുകളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അവർക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റാൻ സംവിധാനമുണ്ടോ?
തീർച്ചയായിട്ടും ജില്ലയിലെ ക്യാമ്പുകളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 71ഓളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കാരണം പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിൽ മലയോര മേഖലയിലായിരുന്നു ക്യാമ്പുകൾ തുറന്നിരുന്നത്. ആ ക്യാമ്പുകൾ തുറന്നത് പല ഇടങ്ങളിലും ക്യാമ്പുകൾ അവസാനിപ്പിച്ചു. കാരണം മലയോര മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് ആളുകൾ വീണ്ടും വീടുകളിലേക്ക് മടങ്ങിയത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ വീണ്ടും മഴ ശക്തി പ്രാപിച്ചു. ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലെ കൂടുതൽ ക്യാമ്പുകൾ തുറക്കുകയാണ്. പടിഞ്ഞാറൻ മേഖലയിലെ ഞാനിപ്പോൾ കാണുന്ന ഈ പ്രദേശങ്ങൾ പോലെ തന്നെ പല പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 71 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ജില്ലയിൽ. കോട്ടയം താലൂക്കിൽ 39 ക്യാമ്പുകളുണ്ട്. ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി താലൂക്കിൽ 6 ക്യാമ്പുകളുണ്ട്. ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 7 ക്യാമ്പുകളുണ്ട്. മീനച്ചിൽ താലൂക്കിൽ 19 ക്യാമ്പുകളുണ്ട്. ഒപ്പം തന്നെ വൈക്കത്തും ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ ഉടനീളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വരും മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ തുറക്കുന്നത് ഈ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലായിരിക്കും. കാരാപ്പുഴ പോലെയുള്ള പ്രദേശങ്ങൾ, അയ്മനം, തിരുവാർപ്പ്, കുമരകം ഉൾപ്പെടെയുള്ള ആർപ്പുക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിലായിരിക്കുന്നത്. വളരെ വേഗത്തിലാണ് ഒഴുക്ക് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. കാരണം മീനച്ചിലാറ്റിൽ അത്രത്തോളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മീനച്ചിലാറ്റിലാണെങ്കിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുകയാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും സുരക്ഷിത ഇടം തേടി പോവുക എന്നുള്ളതാണ്. കാരണം പ്രതീക്ഷിക്കാത്ത തരത്തിൽ വെള്ളം വേഗത്തിലെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ വെള്ളം കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ആളുകളോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ ബന്ധുവീടുകളിലേക്കാണ് പോകുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പിന്നീട് അത്യാവശ്യ ഘട്ടമുണ്ടായാൽ പോകാമെന്ന തീരുമാനത്തിലാണ് പലരും ഉള്ളത്. എന്നാൽ മറ്റിടങ്ങൾ പോകാനില്ലാത്ത ആളുകളൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ കൂടുതൽ ക്യാമ്പുകൾ ജില്ലയിൽ തുറക്കും. എന്തായാലും കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രിയിലുടനീളം പെയ്തത് അതിശക്തമായ മഴയാണ്. പ്രത്യേകിച്ച് തീക്കോയി, തലനാട് പോലെയുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ്. മഴ മുന്നറിയിപ്പ് പ്രകാരം വരും മണിക്കൂറിൽ കോട്ടയം ജില്ലയിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. മനു. ശരി, ഓക്കെ. സനോജാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ പടിഞ്ഞാറൻ മേഖലയിൽ ഇങ്ങനെ വെള്ളം വരാൻ കാരണമുണ്ട്. വേറൊന്നുമല്ല, കിഴക്കൻ മലയോരത്ത് പെയ്യുന്ന മഴ, ആ മഴവെള്ളം മീനച്ചിലാറ്റിലൂടെ ഒഴുകിയെത്തുന്നു. അത് ഈരാറ്റുപേട്ടയും പാലായും ഒക്കെ വെള്ളത്തിൽ മുക്കിയതിനു ശേഷം അവിടെ നിന്ന് ആ വെള്ളം ഇറങ്ങിയാൽ അത് നേരെ വരുന്നത് കോട്ടയം നഗരത്തിലേക്കാണ്. കോട്ടയം നഗരത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്കാണ് ആ വെള്ളം ഒഴുകിയെത്തുക. അതുവഴിയാണത് വേമ്പനാട്ട് കായലിലേക്ക് പോവുക. ശക്തമായ വെള്ളക്കെട്ട് സ്വാഭാവികമായും ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകും. അതാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ പലയിടങ്ങളിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട് കോട്ടയത്തല്ലേ, അവിടെ മഴയുണ്ടോ എന്നാണ് ജലജകുമാരി ചോദിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, വലിയ മഴയാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ നാടായ പാലായിലൊക്കെ ശക്തമായ മഴയാണ് പെയ്യുന്നത്. പാലാ നഗരം കഴിഞ്ഞ ദിവസം വെള്ളത്തിനടിയിലായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ വെള്ളത്തിൽ അത്ര രൂക്ഷതയില്ല. എങ്കിൽ പോലും മീനച്ചിലാറ് കരകവിഞ്ഞ് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആശങ്ക നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ഏതായാലും അതങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.